ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ് ആണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷൻ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഓൾറെഡി സയൻസിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്ത് കുറേയധികം വ്യവസ്ഥകൾ പഠിച്ചു, ജ്ഞാനേന്ദ്രിയങ്ങൾ പഠിച്ചു. ഓൾമോസ്റ്റ് ആ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ബയോളജിയിലെ ഭാഗമായിട്ട് നോക്കുന്നത് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. LDCക്കാണെങ്കിലും LGSനാണെങ്കിലും നമുക്കത് രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ആ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട SCRT പാഠഭാഗങ്ങളുണ്ട്. ആ SCRT പാഠഭാഗങ്ങൾ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മുഴുവൻ SCRT പാഠഭാഗങ്ങളും ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. ഇതിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്നത് കംപ്ലീറ്റ് SCRT ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് രോഗങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നോട്ട്ബുക്കും പെന്നും റെഡി ആയിട്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, ഈ 2 ടോപ്പിക്സും കൂടെ വരുന്ന 4 ചാപ്റ്ററാണ് നമുക്ക് SCRT പാഠഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ്, അകറ്റി നിർത്താം രോഗങ്ങളെ. ഇതാണ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്.
അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന രോഗങ്ങൾ, വയറുവേദന, തലവേദന, ജലദോഷം എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളെക്കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്നുള്ളതാണ് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് സൂക്ഷ്മജീവികൾ? നമുക്കറിയാം ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അല്ലേ, ഇതെല്ലാമാണ് എന്ത് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് എന്ത് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. അപ്പോൾ രോഗത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവികളാണ് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയവ. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് രോഗം പകരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഈ രോഗം പകർത്തുന്നവർ ആരൊക്കെയാണ്? അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് രോഗം പകരുന്നത് എങ്ങനെയൊക്കെയാണ്? വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, വായുവിലൂടെ, ജീവികൾ വഴി അല്ലേ. വെള്ളത്തിലൂടെ പകരാം, ഭക്ഷണത്തിലൂടെ പകരാം, വായുവിലൂടെ പകരാം, ജീവികൾ വഴി പകരാം. അപ്പോൾ ഇങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് അല്ലേ. ഒരാളിൽ നിന്നും മറ്റുള്ളവരിലോട്ട് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയവയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പകർച്ചവ്യാധികൾ. അപ്പോൾ പകർച്ചവ്യാധികളാണ് ഇതൊക്കെ: ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ. ഓക്കെ, പകർച്ചവ്യാധികളാണെന്ന് ഓർത്തിരിക്കുക. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്. ഓരോ രോഗവും അത് പകരുന്ന രീതിയുമാണ്. ഓക്കെ, അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞിട്ട് കോഡൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ ആ കോഡ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രോഗങ്ങളെല്ലാം ഏതൊക്കെ തരത്തിലാണ് പകരുന്നത് എന്നുള്ളത് തെറ്റാതെ പഠിച്ചു വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കുക, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ഓക്കെ, വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. അടുത്തത് വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അടുത്തത് ഈച്ചകൾ വഴി പകരുന്നതാണ് കോളറയും വയറിളക്കവും. ഓക്കെ, കോളറയും വയറിളക്കവുമാണ് ഈച്ച മുഖേന പകരുന്നത്. കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ. അത് നമുക്കറിയാം അല്ലേ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ ഇതെല്ലാം കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ്. ഇനി സമ്പർക്കം മുഖേന പകരുന്നതാണ് ചെങ്കണ്ണ്, കുഷ്ഠം എന്നീ രോഗങ്ങൾ. സമ്പർക്കം മുഖേന പകരുന്നത് എന്തൊക്കെയാണ്? ചെങ്കണ്ണ്, കുഷ്ഠം. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പകരുന്നത് കോളറ, വയറിളക്കം. കൊതുക് മുഖേന പകരുന്നത് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ. സമ്പർക്കം മുഖേന പകരുന്നത് ചെങ്കണ്ണ്, കുഷ്ഠം. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് കൊതുകിനെ തടയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം അല്ലേ. വലയില്ലാത്തതിനാൽ കക്കൂസ് ടാങ്കിൻ്റെ എയർ പൈപ്പിലൂടെ കൊതുകുകൾ ടാങ്കിലെത്തി മുട്ടയിട്ട് പെരുകുന്നു. ചുറ്റുപാടുകൾ വൃത്തിഹീനമായും കാടും മൂടിയും കിടക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ചിരട്ടയിലും പാത്രത്തിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്താണ് കൊതുകുകൾ പെരുകുന്നത് നമുക്കറിയാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഡ്രൈ ഡേ ആചരണം നോക്കുക. കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 8 ദിവസം കൊണ്ടാണ്. കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട് തുടങ്ങിയവയിലെയും ചെടിച്ചട്ടികളിലെ അല്ലെങ്കിൽ ചെടിച്ചട്ടികൾക്കിടയിലെ പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും കെട്ടി നിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതിനെയാണ് ഡ്രൈ ഡേ ആചരണം എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൈ ഡേ ആചരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, അതായത് ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട്, ചെടിച്ചട്ടിയിലെ പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കെട്ടിനിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതിനെയാണ് ഡ്രൈ ഡേ ആചരണം എന്ന് നമ്മൾ പറയുന്നത്.
ഓക്കെ, പിന്നീട് നോക്കുക എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊതുകിനെ ഇല്ലാതാക്കാനായിട്ട്. നോക്കുക, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും വെട്ടി വൃത്തിയാക്കൽ, ഓടകൾ ശുചിയാക്കൽ എന്നിവയും കൊതുകുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്. ഇവയ്ക്ക് പുറമെ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില തന്ത്രങ്ങൾ അത് നമുക്കറിയാലേ, കൊതുകുവല, പുകയിടൽ, മൊസ്കിറ്റോ ബാറ്റ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ, അത് കാരണം 5ാം ക്ലാസ് ആണ്, അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ബേസിക് മുതൽ പഠിച്ചു പോയാലാണ് നമുക്ക് ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക, ഇനി അടുത്തത് രോഗം പകരുന്ന രീതികളും അതിനെ എടുക്കാവുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക, കൊതുക് മുഖേന പരക്കുന്ന രോഗങ്ങൾ, അതിന് എടുക്കാവുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, അല്ലേ? മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കാട് പിടിച്ച് കിടക്കാനായിട്ട് അവസരം ഇല്ലാതാക്കുക, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, എടുത്തു പറയേണ്ട ആവശ്യമില്ല. ദെൻ ഈച്ച മുഖേന പരക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, ഭക്ഷണം അടച്ച് സൂക്ഷിക്കുക, അല്ലെ? ജീർണിച്ച സാധനങ്ങളൊന്നും പുറത്തൊന്നും കൊണ്ട് ഇടാതിരിക്കുക, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ദെൻ ജലം, ആഹാരം എന്നിവയിലൂടെ വരുന്ന രോഗങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എന്താ അറിയാം? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പഴകിയ ആഹാര വസ്തുക്കൾ കഴിക്കാതിരിക്കുക, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ദെൻ സമ്പർക്കം വഴി ഉള്ള രോഗങ്ങൾ എന്താണ് ഇല്ലാതാക്കാൻ? രോഗബാധിതരുമായിട്ട് മറ്റുള്ളവർ അധികം സഹവസിക്കാതിരിക്കുക, അവർ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സൂക്ഷ്മജീവികളില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നോക്കുക. അതായത് ഇപ്പോൾ നമുക്കറിയാം ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ മണ്ണിൽ എന്നും അതുപോലെ തന്നെ കിടക്കുമോ? ഇല്ല, അത് ജീർണിക്കണം, അല്ലേ? അത് ജീർണിക്കാതെ കിടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയാം. അപ്പോൾ ഈ ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. ഇത് ഭൂമുഖത്തെ ശുചിയാക്കുന്നതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങളും നൽകുന്നു. അപ്പോൾ ഈ ബാക്ടീരിയയും ഫംഗസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജൈവാവശിഷ്ടങ്ങളെ ജീർണിപ്പിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതുപോലെ സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള മറ്റ് പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പാല് തൈരാക്കുന്നു, അരിമാവ് പുളിപ്പിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു, ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഇതെല്ലാം സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. അടുത്തത് സൂപ്പർ ബഗ്. എന്താണ് സൂപ്പർ ബഗ് നോക്കാം. കപ്പലുകളിൽ നിന്ന് ഉണ്ടാവുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായിട്ട് എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് മോഹൻ ചക്രബർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായിട്ട് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നു. ആ എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത്. ഈ സൂപ്പർ ബഗ് കണ്ടെത്തിയത് ആരാണ്? ആനന്ദ് മോഹൻ ചക്രബർത്തിയാണ്. അടുത്തത് പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. വാക്സിനേഷനെ കുറിച്ചാണ് പറയുന്നത്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുക്കുന്ന രീതിയാണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിവിധ രോഗസാധ്യതകൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പട്ടിക ആശുപത്രികളിൽ ലഭ്യമാണ്. നമുക്കറിയാം, നമ്മൾ കുട്ടികൾക്കൊക്കെ പോയിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുന്നതാണ്, അല്ലേ? അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കൃത്രിമമായിട്ട് നമുക്ക് പ്രതിരോധശേഷി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, 5ാം ക്ലാസ് ആണ്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രോഗങ്ങൾ പരത്തുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ്, ആഹാരത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്, അതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്. നോക്കുക 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് ആഹാരം ആരോഗ്യത്തിന് എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ പഠിക്കാനുള്ളത് ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇവിടെ നെല്ലിൻ്റെ പിക്ചർ തന്നിട്ട് ഇവിടെ ധാരാളം ധാന്യകം അടങ്ങിയിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തു, ഞങ്ങളിൽ ധാരാളം ധാന്യകമുണ്ട്. അടുത്തത് മത്സ്യത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ട് ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. എണ്ണയുടെ പിക്ചർ കൊടുത്തിട്ട് ഞങ്ങളിൽ ധാരാളം കൊഴുപ്പുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും കൊടുത്തിട്ട് ഞങ്ങളിൽ ധാരാളം ധാതു ലവണങ്ങളും വിറ്റമിനുകളും ഉണ്ട്.
അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്നും നമുക്കൊരു കോളം ഫില്ല് ചെയ്യാലോ. എന്തൊക്കെയാണ്? ഭക്ഷ്യവസ്തു, പോഷക ഘടകങ്ങൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അരിയിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ധാന്യകമാണ് അല്ലേ? അരിയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണ്? ധാന്യകമാണ്. മത്സ്യത്തിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് എന്ത്? പ്രോട്ടീൻ അല്ലേ? മത്സ്യത്തിൽ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീനാണ്. എണ്ണയിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? കൊഴുപ്പാണ്. എണ്ണയിൽ അടങ്ങിയിട്ടുള്ളത് കൊഴുപ്പ്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ധാതു ലവണങ്ങളും വിറ്റമിനുകളുമാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്തേക്കാം. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ധാന്യകത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ധാന്യകം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നതാണ് മുഖ്യധർമ്മം. ഓക്കെ, ധാന്യകത്തിൻ്റെ മുഖ്യധർമ്മം എന്താണ്? ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാരാളം ധാന്യകം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ധാന്യകം എന്ന് പറഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുക എന്നുള്ളതാണ് മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവയാണ് ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ധാന്യകത്തെക്കുറിച്ച് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അന്നജം തിരിച്ചറിയുവാനുള്ള ടെസ്റ്റും കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അന്നജത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. ഈ അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അന്നജം അയഡിനുമായി ചേർന്നിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് നിറമാണ് ലായനിയാവുന്നത്? കടും നീല നിറമാണ് ഉണ്ടാവുന്നത്. അന്നജം അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അന്നജത്തെ തിരിച്ചറിയുവാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റാണ്. അന്നജം അയഡിൻ ലായനിയുമായിട്ട് ചേരുമ്പോൾ എന്ത് നിറമാവുന്നു? കടും നീല നിറമാവുന്നു. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. അടുത്തത് മാംസ്യത്തെക്കുറിച്ചാണ്, പ്രോട്ടീനെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, വളർച്ചയ്ക്കു പിന്നിൽ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് എന്ത്? പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായിട്ടുള്ള ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും എന്ത് പ്രയോജനപ്പെടുന്നു? പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത്. ധാന്യകത്തിൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളതെന്ന്. അപ്പോൾ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, കൂടാതെ നൈട്രജൻ, സൾഫർ. ഓക്കെ, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇത്രയും അടങ്ങിയതാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ട് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന രീതിയിൽ പ്രോട്ടീൻ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ലഭിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടീനെ കുറിച്ച് ഇത്രയും പഠിച്ചു വെക്കുക. ഇനി ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കുന്നത്. ഇവിടെ ഒരു കുട്ടിയുടെ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ ആണ്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. അതും കൂടെ പഠിച്ചേക്കാം. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നമുക്കൊരു ഭക്ഷ്യവസ്തു, അതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഗ്രാം എന്ന് പറഞ്ഞിട്ട് അളവ് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്തത് കൊഴുപ്പിനെ കുറിച്ചാണ്. ഓക്കെ, ധാന്യകം പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു. അടുത്തത് കൊഴുപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? കൊഴുപ്പ്. ഏറ്റവും കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന എന്തിലൊക്കെയാണ്? മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിലാണ്. വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്തത് കൊഴുപ്പുകളാണ്.
കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരഘടകം തന്നെയാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ, ധാന്യത്തെ പോലെ തന്നെ കൊഴുപ്പും എന്ത് പ്രദാനം ചെയ്യുന്നുണ്ട്? ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കത്തുള്ളൂ. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റമിൻ കെ, ഇ, ഡി, എ ഇത്രയും എന്താണ്? കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റമിനുകളാണ്. വിറ്റമിൻ കെ, വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി, വിറ്റമിൻ എ. കൊഴുപ്പ് ശരീരത്തിന് കേട എന്ന് ഓർത്ത് വെച്ചാൽ മതി. കേട എന്ന് പറയുമ്പോൾ KEDA. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി കൊഴുപ്പുണ്ടെങ്കിൽ ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ എന്തടങ്ങിയിട്ടുണ്ട്? കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ അധികമായാൽ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നു. രക്തം പരിശോധിച്ചു, കൊളസ്ട്രോൾ കൂടുതലാണ്. ഇവിടെ ലാബ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊഴുപ്പും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് എന്ത്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം എന്ത് ചെയ്യാൻ പറ്റില്ല? കൂടുതൽ കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൊഴുപ്പിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ പഠന റിപ്പോർട്ടിൽ നിന്നെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം കഴിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇവിടെ നോക്കുക, ആരോഗ്യം. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാരഘടകങ്ങളാണ് വിറ്റമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറഞ്ഞ അളവിലാണ് ആവശ്യമുള്ളൂ വിറ്റമിനുകളും ധാതു ലവണങ്ങളും, പക്ഷെ അവ വേണം. അപ്പോൾ ഈ വിറ്റമിനുകളും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുള്ളത് എന്തിലൊക്കെയാണ്? പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, മുട്ട, ഇലക്കറികൾ തുടങ്ങിയ എല്ലാത്തിലും വിറ്റമിനുകളും ധാതു ലവണങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് എന്താണ്? വൈറ്റമിൻസ്. വൈറ്റമിൻസ് നോക്കുക, അതിൽ ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, ഓരോ വൈറ്റമിനും ഏതിലാണ് ലയിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ADEK എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഇത് മുഴുവൻ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻസ് ആണ്. പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ADEK. ബാക്കിയുള്ള ബിയും സിയും എവിടെയാണ് ലയിക്കുന്നത്? വെള്ളത്തിലാണ് ലയിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ബിയും സിയും, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ADEK. അത്രയും കിട്ടിയല്ലോ. ഇനി ഈ ഓരോ വൈറ്റമിനും ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? A എന്ന് പറയുന്ന എന്തിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. ഓക്കെ, ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില തുടങ്ങിയവയിലാണ് വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ളത്. ദെൻ വൈറ്റമിൻ D അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന പാലുൽപ്പന്നങ്ങൾ. ഓക്കെ, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D ആണ്. പാലുൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനും വൈറ്റമിൻ D ആണ്. അത് ഓർത്തിരിക്കുക. ഇനി വൈറ്റമിൻ E എന്ന് പറയുന്നത് സസ്യ എണ്ണകളിൽ അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ E. വൈറ്റമിൻ K എന്ന് പറയുന്നത് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ K എന്ന് പറയുന്നത്. ദെൻ വൈറ്റമിൻ B എന്ന് പറയുന്നത് ധാന്യങ്ങൾ എന്ന് പറഞ്ഞത് ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? B ആണ്. മുട്ട, പാല്, ചേമ്പില തുടങ്ങിയവയിൽ അടങ്ങിയിട്ടുള്ളത് B തന്നെയാണ്. അപ്പോൾ ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിട്ടുള്ള, ഇവിടെ ചോദിക്കുന്നതാണ് തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B ആണ്. ഓക്കെ, അതുപോലെ തന്നെ സസ്യ എണ്ണകളിൽ അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ E ആണ്. നമ്മൾ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D ആണ്. അടുത്തത് വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ളത്
പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ തുടങ്ങിയവയിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും അപര്യാപ്തത രോഗം ഏതാണെന്ന് പഠിക്കണം. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നോക്കുക, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ എ ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്നതാണ് കണ്ണിന്, പ്രത്യേകിച്ച് കണ്ണിനുണ്ടാവുന്നതാണ് നിശാന്തത. എപ്പോഴും ചോദിക്കുന്നതാണ്. നിശാന്തത എന്ന് പറയുന്ന രോഗമാണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാവുന്നത്. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടി സഹായിക്കുന്നതാണ്. അടുത്തത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം അതിനുവേണ്ടി സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? റിക്കറ്റ്സ് ആണ്, അല്ലെങ്കിൽ കണ എന്ന് പറയും. കണ അഥവാ റിക്കറ്റ്സ് ആണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന രോഗം എന്ന് പറയുന്നത്. സ്ഥിരം ചോദിക്കുന്നതാണ് ഈ കണയും നിശാന്തതയും. അത് രണ്ടും എന്തായാലും പഠിച്ചു വയ്ക്കുക. അടുത്തത് വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. ഓക്കെ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യമാണ് അതിനുവേണ്ടി സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ദെൻ കെ എന്ന് പറയുന്നത് എന്താണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടി സഹായിക്കുന്നു. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം എപ്പോഴും ചോദിക്കുന്നതാണ് സ്കർവിയാണ്. ഓക്കെ, സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം. അപ്പോൾ ഞാൻ സ്ഥിരമായി ചോദിക്കുന്നതാണ് എടുത്തു പറഞ്ഞത്. എയുടെ അപര്യാപ്തത രോഗം നിശാന്തത, ഡിയുടേത് റിക്കറ്റ്സ് അഥവാ കാണ, സിയുടേത് സ്കർവി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. അടുത്തത് വൈറ്റമിൻ ബി എന്തിനൊക്കെയാണ്? ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം ഇതിനു വേണ്ടി സഹായിക്കുന്നതാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചു വച്ചേക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, അടച്ചു വച്ചില്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ചൂടാവുന്ന സമയത്ത് എന്താണ് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. നമ്മൾ അടച്ചു വെച്ച് വേവിച്ചില്ലെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. അതുകൊണ്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക, പഴങ്ങളും പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ വൈറ്റമിൻ സി എല്ലാം പോകും. ഓക്കെ, അടുത്തത് ധാതു ലവണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വൈറ്റമിൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് ധാതു ലവണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഓരോ ധാതു ലവണങ്ങളും അതിലെന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇരുമ്പ്. ഇരുമ്പ് എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണമാണ് ഫംഗ്ഷൻ. ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ ഇതിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ. അടുത്തത് കാൽസ്യം, ഫോസ്ഫറസ്. കാൽസ്യം, ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. എന്തിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ ഇതിലൊക്കെയാണ് കാൽസ്യം, ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത്. കാൽസ്യം, ഫോസ്ഫറസ് രണ്ടും വേറെ വേറെയാണ്. ദെൻ അടുത്തത് സോഡിയം. സോഡിയം എന്തിനാണ്? ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. എന്തിലാണ് അടങ്ങിയിട്ടുള്ളത്? കറിയുപ്പിലാണ് സോഡിയം കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. അടുത്തത് അയഡിൻ. അയഡിൻ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് മാനസിക വളർച്ചയ്ക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് അയഡിൻ എന്ന് പറയുന്ന ധാതുലവണം. അതെന്തിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലാണ് അയഡിൻ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കാം. അടുത്തത് പോഷക അപര്യാപ്തത രോഗങ്ങൾ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്. നോക്കുക, പോഷകഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാവുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് രോഗങ്ങളും ഏത് പോഷകഘടകമാണ്, അതിൻ്റെ അപര്യാപ്തത രോഗമാണ്, അതിൻ്റെ ലക്ഷണം എന്താണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് വിറ്റമിൻ എ. വിറ്റമിൻ എ എന്ന് പറയുന്നതിൻ്റെ അപര്യാപ്തത രോഗമാണ് ഞാൻ പറഞ്ഞു, നിശാന്തത അല്ലേ. വിറ്റമിൻ എയുടെ നിശാന്തതയാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയുന്നില്ല. അടുത്തത് വിറ്റമിൻ ബി എന്ന് പറയുന്നതിൻ്റെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്. വായ്പുണ്ണ് ലക്ഷണം എന്താണ്? വായിൽ വ്രണങ്ങൾ വരുന്നു. വിറ്റമിൻ സിയുടേത് പറഞ്ഞു, സ്കർവി ആണെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ നിശാന്തത, സ്കർവി, കണ ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഗോയിറ്റർ, അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ വിറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. മോണയിൽ പഴുപ്പും രക്തസ്രാവവും വരുന്നതാണ് സ്കർവിയുടെ ലക്ഷണങ്ങൾ. അടുത്ത വിറ്റമിൻ ഡി, കണ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് കണ എന്ന് പറയുന്നത്. ദെൻ ഇരുമ്പിൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ, രക്തക്കുറവ്, വിളർച്ച ഇതാണ് ലക്ഷണങ്ങൾ. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ, എപ്പോഴും ചോദിക്കുന്നതാണ്. തൊണ്ടയിൽ മുഴ വരും, അതാണ് ഗോയിറ്ററിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പോഷകേതര ഘടകങ്ങൾ. അതായത് പോഷകഘടകങ്ങൾക്ക് പുറമെ ജലം, നാരുകൾ തുടങ്ങിയ പോഷകേതര ഘടകങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജലം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ 2/3 എന്താണ്? ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% എന്താണ്? ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2.5 ലിറ്റർ ജലമാണ് ഒരു ദിവസം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ 2.5 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറയാനായിട്ട് കാര്യം. ഓക്കെ, അടുത്തത് നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു തരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെല്ലുലോസ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ്. ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. അപ്പോൾ നാരുകൾ ചെയ്യുന്നത് എന്താണ്? വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിടടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൊമ്പ് എന്നിവ നാരിൻ്റെ കലവറയാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, സമീകൃത ആഹാരം. എന്താണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പുട്ട്, ദോശ, ചപ്പാത്തി, ചോറ്, കപ്പ, മധുരക്കിഴങ്ങ്, ദെൻ ചെറുപയർ, മത്സ്യം, കടല, പാല്, പരിപ്പ്, മുട്ട, മാംസം, ഇലക്കറി, ക്യാരറ്റ്, പഴം, പേരയ്ക്ക, പച്ചക്കറി, എണ്ണ, നെയ്യ്. ഇതാണ് സമീകൃത ആഹാരം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി ഇവിടെ കറക്റ്റായിട്ട് കഴിക്കേണ്ട ഓരോ ടൈമും അതിൽ എന്തൊക്കെയാണോ ഓരോ കുട്ടികളുടെയുമാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ഇവിടെ കിഴങ്ങുകളും ഇലക്കറികളും എന്ന് പറഞ്ഞിട്ട് ഓരോ ഭക്ഷ്യവസ്തുവിലും അടങ്ങിയിട്ടുള്ള വിറ്റമിൻ എത്ര ഗ്രാമാണ് ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഓരോ പഴങ്ങൾ, അതിലടങ്ങിയിട്ടുള്ള ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, കാൽസ്യം, ഇരുമ്പ് അതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ പാചകക്കുറിപ്പൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 10ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററും കൂടിയിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നോക്കാം. അകറ്റി നിർത്താം രോഗങ്ങളെ. ഇതാണ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നത്. ഓക്കെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, സ്പർശനം വഴി, മലിനമായ ആഹാരവും ജലവും, ചുമ, തുമ്മൽ, അപ്പോൾ വായുവിലൂടെ അല്ലേ, ചുമ, തുമ്മൽ വഴി വായുവിലൂടെ പകരുന്നു. അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, വാഹകരായ ജന്തുക്കൾ അല്ലേ, നായ, കൊതുക്, ചിത്രം കണ്ടോ. അപ്പോൾ വാഹകരായ ജന്തുക്കൾ വഴി,
വസ്ത്രങ്ങൾ അല്ലെ, രോഗിയായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ മറ്റുള്ള ആൾ ഉപയോഗിക്കുന്നതിലൂടെ അങ്ങനെയെല്ലാമാണ് എന്ത് രോഗങ്ങൾ പകരുന്ന വിധമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വിവിധ തരത്തിലുള്ള രോഗങ്ങളെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എലിപ്പനിയെക്കുറിച്ചാണ്. എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ഒരു ബാക്ടീരിയ രോഗമാണ് എന്ത് എലിപ്പനി എന്ന് പറയുന്നത്. ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോകാരിയോട്ടാണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ടാണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുകുന്നത്? ദ്വിവിഭജനത്തിലൂടെയാണ്. ബാക്ടീരിയ പെരുകുന്നത് ദ്വിവിഭജനത്തിലൂടെയാണ്. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ, അതായത് വിഷവസ്തുക്കൾ, കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എലിപ്പനി എന്ന് പറയുമ്പോൾ ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ടാണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പെരുകുന്നത് എങ്ങനെയാണ്? ദ്വിവിഭജനത്തിലൂടെയാണ്. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ നശിപ്പിക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക, എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ. ഓക്കെ, എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എലിപ്പനി എന്ന് പറയുന്നത്. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാവുന്ന ചുവപ്പ് നിറം എന്നിവയാണ് എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എലിപ്പനി. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എലിപ്പനിയുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ്? എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ടാണ്. ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ പെരുകുന്നത് എങ്ങനെയാണ്? ദ്വിവിഭജനത്തിലൂടെയാണ്. അതായത് അവ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് രോഗം പകരുന്നത്? എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കുകയും ഇങ്ങനെ ബാക്ടീരിയ എന്ത് ചെയ്യും? മുറിവിലൂടെ നമ്മുടെ രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരീരകലകളെ ബാധിക്കുകയും ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാവുന്ന ചുവപ്പ് നിറം എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എലിപ്പനിയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുക, എന്താണ് പ്രളയാന്തരമുള്ള മുൻകരുതലുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കോളം നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത രോഗമാണ് മറ്റു ചില ബാക്ടീരിയ രോഗങ്ങൾ. ഇപ്പോൾ എലിപ്പനി നമ്മൾ പഠിച്ചു, ബാക്ടീരിയ രോഗമാണ്. അടുത്ത ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറയും. തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്ന് പറയുന്നത് ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലോട്ട് നേരിട്ടും പകരുന്ന രോഗമാണ് എന്ത്? ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറയുന്നത്. ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട വിവരണവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് രോഗകാരി. എലിപ്പനിയുടെ രോഗകാരി ലെപ്റ്റോസ്പൈറയാണെന്ന് പറഞ്ഞു. ഡിഫ്തീരിയയുടെ രോഗകാരി ആരാണ്? കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയെ ആണ് രോഗകാരി. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്നു. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകൾ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനാവില്ല. അതിനാൽ ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത് എന്താണ്? പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിഫ്തീരിയ എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ക്ഷയമാണ്. ക്ഷയം
മുൻകാലങ്ങളിൽ വ്യാപകമായ ഭീതി പരത്തിയിരുന്ന രോഗമായിരുന്നു ക്ഷയം എന്ന് പറയുന്നത്. നൽകിയ വസ്തുതകൾ വിശകലനം ചെയ്ത് ക്ഷയരോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ആരാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ഓക്കെ, രോഗകാരി, ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ആരാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ, ഇതൊക്കെയാണ് ക്ഷയരോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. ഇനി രോഗപകർച്ച എങ്ങനെയാണ്? രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. ഓക്കെ, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെയാണ് പകരുന്നത്. രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ, ക്ഷയരോഗം ബാധിക്കുന്നത് എവിടേക്കാണ്? ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കാറുണ്ട്. മുഖ്യമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കൂടാതെ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയും എന്ത് ബാധിക്കാറുണ്ട്? ക്ഷയരോഗം ബാധിക്കാറുണ്ട്. അടുത്തത് ചികിത്സ. ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്നത്. വാക്സിൻ എന്ന് പറയുന്നത് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് എന്ത്? BCG എന്ന് പറയുന്നത്. ഓക്കെ, BCG എന്ന് പറയുന്ന വാക്സിനാണ് ക്ഷയരോഗബാധയെ തടയുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ പ്രസവിച്ച ഉടനെ കുട്ടികൾക്കൊക്കെ എടുക്കും അല്ലേ, BCG. അപ്പോൾ അതാണ് ക്ഷയരോഗബാധയെ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ബാക്ടീരിയ രോഗങ്ങൾ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എലിപ്പനി പഠിച്ചു, ഡിഫ്തീരിയ പഠിച്ചു, ക്ഷയം പഠിച്ചു. ഇനി അടുത്തത് വൈറസ് രോഗങ്ങളെ കുറിച്ചാണ്. അതിനു മുന്നേ നമുക്ക് വൈറസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിനുള്ളത്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. ഓക്കെ, ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൈറസ് രോഗങ്ങളെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നിപ്പ വൈറസിൻ്റെ കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിപ്പ വൈറസും രോഗപകർച്ചയും എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിപ്പ വൈറസ് എങ്ങനെയൊക്കെയാണ് പകരുന്നത് നോക്കുക. വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം, പന്നികൾ വഴി അല്ലേ. നിപ്പ വൈറസുകൾ ഫ്രൂട്ട്സ്, വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ കഴിക്കുന്നതിലൂടെ വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം, ഇങ്ങനെയാണ് ഇത് നിപ്പ പകരുന്നത് എന്നുള്ളത് നോക്കുക. ദെൻ അടുത്തത് എയ്ഡ്സ് വൈറസ് മൂലമുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് നോക്കുക. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ചോദിക്കാറുള്ളതാണ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത് HIV. ഓക്കെ, HIV ആണ് വൈറസ്. എന്താണ്? എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസാണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പെരുകുന്നു. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയ്ക്ക് മാരകമാകുന്നത്. അപ്പോൾ എയ്ഡ്സ് ഓർത്തിരിക്കുക, നിപ്പ വൈറസ് മൂലം ഉണ്ടാകുന്നത് നിപ്പ. ഇനി അടുത്തത് എയ്ഡ്സ് പകരുന്നത് എങ്ങനെയൊക്കെയാണ്? പകരുന്ന വിധമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എന്ത് പകരാം? എയ്ഡ്സ് പകരാം. 2, HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലോട്ട് പകരാം. ദെൻ HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ പകരാം. HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ എയ്ഡ്സ് പകരാം. അപ്പോൾ എയ്ഡ്സ് പകരുന്ന ഈ 4 ഏതൊക്കെ രീതിയിലാണ് പകരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ എയ്ഡ്സ് പകരില്ല എന്നതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ എയ്ഡ്സ് രോഗമുള്ള ഒരാളെ സ്പർശിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഹസ്തദാനം ചെയ്തതുകൊണ്ടോ അവർ നമ്മുടെ അടുത്തിരുന്ന് ചുമയോ തുമ്മലോ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ഒന്നും എന്ത് പകരില്ല? എയ്ഡ്സ് പകരില്ല. ഓക്കെ, അപ്പോൾ സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെയൊന്നും എയ്ഡ്സ് പകരില്ല. അതുപോലെ കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ പകരില്ല. ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെയും എന്ത് പകരില്ല? എയ്ഡ്സ് പകരില്ല. ഒരേ ശൗചാലയം ഉപയോഗിച്ചതിലൂടെ പകരില്ല. ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ പകരില്ല. അപ്പോൾ എയ്ഡ്സ് രോഗം പകരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ 4 വഴിയിലൂടെയാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഓക്കെ,
ഇനി അടുത്തതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിപ്പ പറഞ്ഞു, ദെൻ എയ്ഡ്സ് പറഞ്ഞു. ഇനി ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ്. എന്ത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാവുന്നുണ്ട്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാവുന്നുണ്ട്. കരളിനുണ്ടാവുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഓക്കെ, ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? കരളിനുണ്ടാവുന്ന വീക്കമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടും. ഓക്കെ, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയുന്നത് വഴി പിത്തരസത്തിലെ എന്ത് കൂടും? ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടും. ഇത് ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെ ചിലയിനം ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരും. ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, വൈറസ് മൂലമല്ലാതെയും ഹെപ്പറ്റൈറ്റിസ് രോഗമുണ്ടാകാം. ഓക്കെ, വൈറസ് മൂലമല്ലാതെയും ഹെപ്പറ്റൈറ്റിസ് രോഗമുണ്ടാവാം. കേരളത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ എന്നിവയും വൈറസ് രോഗങ്ങളാണ്. അപ്പോൾ വൈറസ് രോഗങ്ങളിൽ വരുന്നതാണ് നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്. കൂടാതെ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ. കൊതുകുകൾ വഴിയാണ് ഈ രോഗങ്ങൾ പകരുന്നത്. ഇത്തരം രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കുന്ന മുൻകരുതലുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. കൊതുക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇനി അടുത്തത് ഫംഗസ് രോഗങ്ങളാണ്. ബാക്ടീരിയ രോഗങ്ങൾ പഠിച്ചു, വൈറസ് രോഗങ്ങൾ പഠിച്ചു, ഫംഗസ് രോഗങ്ങളാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് എന്ത്? ഫംഗസുകൾ. ഫംഗസുകൾ എന്ന് പറയുന്നത് പൂപ്പൽ ഉൾപ്പെടുന്ന വിഭാഗമാണ്. ചില ഫംഗസുകൾ രോഗകാരികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് എന്ത്? രോഗത്തിന് കാരണം. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. മനുഷ്യനെ ബാധിക്കുന്ന ചില ഫംഗസുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് എന്താണ്? മൃതകോശങ്ങൾ പൊഴിയുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായി മാറും. ഈ അവസ്ഥയാണ് താരൻ എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചിലയിനം ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കാം. ശൽക്കങ്ങൾ വെളുത്ത പൊടികളായി ഇളകി വീഴാനും മുടി കൊഴിച്ചിലിനും കാരണമായേക്കാം. അപ്പോൾ ഫംഗസ് രോഗത്തിൽ വരുന്നതാണ് ഈ താരൻ എന്ന് പറയുന്നത്. ഇനി ചിലയിനം ഫംഗസുകൾ ത്വക്കിൽ ഉണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ്വേം എന്ന് പറയുന്നത്. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട്. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം എന്ന് പറയുന്നത്. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗസ് രോഗങ്ങൾ താരൻ, പിന്നെന്താണ് വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട്, ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തത് പ്രോട്ടോസോവ രോഗങ്ങളാണ്. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. ഓക്കെ, പ്രോട്ടോസോവകൾ എന്ന് പറയുന്നത് ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. ഓക്കെ, മലമ്പനി എന്ന് പറയുന്നത് പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ്. ഇനി ഇവിടെ നോക്കുക, മലമ്പനി രോഗബാധ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. മലമ്പനിയുടെ രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയം. വാഹകർ ആരൊക്കെയാണ്? അനോഫലിസ് പെൺകൊതുകുകളാണ്. ആതിഥേയ ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഓക്കെ, ഇപ്പം മലമ്പനിയുടെ രോഗകാരി പ്ലാസ്മോഡിയം, വാഹകർ അനോഫലിസ് പെൺകൊതുക്, ആതിഥേയ ജീവി മനുഷ്യൻ. വിറയലോടുകൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകാം. ഓക്കെ, അപ്പം മലമ്പനി ഒരു പ്രോട്ടോസോവ രോഗമാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി വിരകളും രോഗകാരികൾ. വിരകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് പറയുന്നത്. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗം ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. ഓക്കെ, അപ്പോൾ ഫൈലേറിയൽ വിര ഉണ്ടാക്കുന്ന രോഗമാണ് മന്ത് രോഗം എന്ന് പറയുന്നത്. ഇത് പകർത്തുന്ന ആരാണ്? ക്യൂലെക്സ് കൊതുകുകളാണ് മന്ത് രോഗം പകർത്തുന്നത്. ലിംഫ് വാഹികളിൽ വിര തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടയപ്പെടുന്നു. മലിനമാകുന്ന പരിസരം രോഗകാരികളുടെ പെരുകൽ കേന്ദ്രമാണ്. കൊതുക്, ഈച്ച പോലുള്ള വാഹകരും പെരുകുന്നതോടെ സാംക്രമിക രോഗങ്ങൾ നിയന്ത്രണാതീതമാകുന്ന അവസ്ഥയുണ്ടാകുന്നു.
സാംക്രമിക രോഗങ്ങൾ തടയണമെങ്കിൽ രോഗകാരികളും വാഹകരും പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയേ തീരൂ. പരിസരം മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ദെൻ ഇവിടെ പറയുന്നത് ഡ്രൈ ഡേയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡ്രൈ ഡേ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനി വീണ്ടും പറയുന്നില്ല. ഇനി രോഗാണുക്കൾ ഇല്ലാതെയും രോഗങ്ങൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബാക്ടീരിയ മൂലം, വൈറസ് മൂലം, ഫംഗസ് മൂലം, വിരകൾ മൂലമൊക്കെ രോഗങ്ങൾ ഉണ്ടാവുന്നെന്ന് പറഞ്ഞു. ഇനി രോഗാണുക്കൾ ഇല്ലാതെയും രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ രോഗാണുബാധ മാത്രമാണോ എല്ലാ രോഗങ്ങൾക്കും കാരണം? മറ്റ് കാരണങ്ങൾ കൊണ്ടും എന്തുണ്ടാവുന്നുണ്ട്? രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളാണ്: ഒന്ന്, ജീവിതശൈലി രോഗങ്ങൾ, ജനിതകപരമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ, പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. ഇതെല്ലാമാണ് പകരാത്ത രോഗങ്ങൾ. ഓക്കെ, അപ്പോൾ രോഗകാരികളെ കൊണ്ട് പകരാത്ത രോഗങ്ങളാണ്. എന്തൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങൾ, ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ, പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ പോഷകഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. വൈറ്റമിൻസും ധാതുലവണങ്ങളൊക്കെ കുറയുന്നത് കൊണ്ടുള്ള രോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തത് ജനിതക രോഗങ്ങൾ. എന്താണ് ജനിതക രോഗങ്ങൾ? കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാവുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ഓക്കെ, കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാവുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഇവ എന്ത് രോഗങ്ങളാണ്? ജനിതക രോഗങ്ങളാണ്. അപ്പോൾ ഈ ജനിതക രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയയെക്കുറിച്ചും സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ഹീമോഫീലിയ എന്ന് വെച്ചാൽ എന്താണ്? രക്തം കട്ടപിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലായാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ നോക്കുക, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ രക്തം കട്ടപിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോട്ടീനുകളുടെ ഉൽപ്പാദനം അതിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രക്തം കട്ടപിടിക്കാതെ ആവും അല്ലേ. അപ്പോൾ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത്. പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഇത്തരം രോഗികൾക്കായി ചില സാമൂഹിക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹീമോഫീലിയ രോഗികളെ കണ്ടെത്തി പരിചരിക്കാനും ബന്ധുക്കളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കാനും ഇത്തരം സന്നദ്ധ സംഘങ്ങൾ മുൻകൈയെടുത്തു. ഓക്കെ, അപ്പോൾ ജനിതക രോഗമാണ് ഹീമോഫീലിയ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്നും അറിയപ്പെടുന്നുണ്ട്. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം. ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം. തൽഫലമായി ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്നു. സിക്കിൾ സെൽ അനീമിയ രോഗികളിലെ അരുണ രക്താണുക്കൾക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഇവിടെ കാണുന്നു, അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. വ്യത്യാസം വന്നത് എന്താവുന്നു? അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു അല്ലേ. അപ്പം ഇങ്ങനെ അരിവാൾ പോലെ വളയുന്നത് കൊണ്ടാണ് അതിനെ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന പേര് വരാനായിട്ട് കാരണം. അപ്പോൾ അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ജനിതക രോഗങ്ങൾ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. ഇനി അടുത്തത് ഇവിടെ ഒരു കോളത്തിൽ തൊഴിൽ ജന്യ രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാവുന്ന ന്യൂമോകോണിയോസിസ്. ഓക്കെ, ന്യൂമോകോണിയോസിസ്. സ്വർണം, ടിൻ, മെക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉണ്ടാവുന്ന സിലിക്കോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറികൾ തൊഴിലാളികൾക്കുണ്ടാവുന്ന ആസ്ബറ്റോസിസ് തുടങ്ങിയവ തൊഴിൽ ജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ തൊഴിൽ ജന്യ രോഗങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? ന്യൂമോകോണിയോസിസ് ആർക്കാണ് ഉണ്ടാവുന്നത്? കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാവുന്ന രോഗമാണ് ന്യൂമോകോണിയാസിസ് എന്ന് പറയുന്നത്. അതുപോലെ സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാവുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. അടുത്ത രോഗമാണ് ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത് ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാവുന്ന രോഗമാണ്. ഓക്കെ,
അപ്പോൾ അത് തൊഴിൽജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ക്യാൻസർ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ഓക്കെ, അനിയന്ത്രിതമായിട്ടുള്ള കോശവിഭജനം വഴി എന്ത് ചെയ്യുന്നു? കോശങ്ങൾ പെരുകുന്നു, അത് ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നു. ഈ രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. പരിസ്ഥിതി ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ഇതിന് കാരണമാകാം. രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമാകാം. ഇനി ശസ്ത്രക്രിയ, രാസചികിത്സ, വികിരണ ചികിത്സ എന്നിവയെല്ലാം ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്താറുണ്ട്. ശസ്ത്രക്രിയ, രാസചികിത്സ, വികിരണ ചികിത്സ. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗമുക്തി പ്രയാസകരമായതിനാൽ ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നത് ക്യാൻസർ ചികിത്സയിൽ നിർണായകമാണ്. അധിക വിവരശേഖരണം നടത്തിയും ക്യാൻസർ വിദഗ്ധരുമായി ചർച്ച ചെയ്തും, അപ്പോൾ അത് നമുക്ക് ആ രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് പറയുന്നത്. ഇനി ഇവിടെ ക്യാൻസറും കേരളവും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, 50,000-ൽ പരം പുതിയ ക്യാൻസർ രോഗികൾ പ്രതിവർഷം കേരളത്തിലുണ്ടാവുന്നു എന്നും 20% ക്യാൻസറുകൾ ചില ആഹാര ഘടകങ്ങൾ മൂലമാണെന്നും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പഠനങ്ങൾ തെളിയിക്കുന്നു. പുരുഷന്മാരിൽ 50% ക്യാൻസറുകളും വായ, തൊണ്ട, ശ്വാസകോശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുകവലിയും മദ്യപാനവുമാണ് ഇതിന് പ്രധാന കാരണങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. രോഗികളുടെ നിരക്ക് കൂടുന്നുണ്ടെങ്കിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ക്യാൻസർ ജനിതക രോഗമാണ് എങ്കിലും പാരമ്പര്യ രോഗമായിട്ട് പരിഗണിക്കുന്നില്ല. ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനിതക രോഗമാണ്. ഓക്കെ, അടുത്തത് ജീവിതശൈലി രോഗങ്ങളാണ്. ഇപ്പം ജനിതക രോഗം പറഞ്ഞു, തൊഴിൽജന്യ രോഗം പറഞ്ഞു, ജീവിതശൈലി രോഗങ്ങളാണ് പറയുന്നത്. അനാരോഗ്യകരമായിട്ടുള്ള ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അതായത് നമ്മുടെ ഭക്ഷണശീലത്തിൽ വരുന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം, ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഇവിടെ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്, അതിന് കാരണം എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോളം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആദ്യത്തെ ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പ്രമേഹത്തിന് കാരണം എന്താണ്? ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ്. ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ കൊണ്ടുണ്ടാവുന്ന ജീവിതശൈലി രോഗമാണ് പ്രമേഹം. അടുത്തത് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നത്. അടുത്തത് പക്ഷാഘാതം. പക്ഷാഘാതം എന്ന് പറയുമ്പോൾ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതുമാണ് പക്ഷാഘാതത്തിന് കാരണം. ദെൻ അമിത രക്തസമ്മർദ്ദം. അടുത്ത ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. അടുത്തത് ഹൃദയാഘാതം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതത്തിന് കാരണം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് എന്ത് ചെയ്യുന്നു? രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്തത് പുകവലി മൂലമുണ്ടാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പുകവലിയും ദൂഷ്യഫലങ്ങളും. ഒന്നാമത്തേത് പക്ഷാഘാതം. ഓക്കെ, പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം, ഇത് രണ്ടും ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ. അടുത്തത് ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫീസീമ, ഇത് മൂന്നും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫീസീമ. അടുത്തത് ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ, ഇത് മൂന്നും ബാധിക്കുന്നത് ഹൃദയത്തെയാണ്. അപ്പോൾ പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം, തലച്ചോറിനെ ബാധിക്കുന്ന, പുകവലി മൂലമുണ്ടാവുന്ന തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് പക്ഷാഘാതവും നിക്കോട്ടിനോട് വിധേയത്വവും. അതുപോലെ പുകവലി മൂലമുണ്ടാവുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫീസീമ. പുകവലി മൂലം ഹാർട്ടിനെ ബാധിക്കുന്ന ഏതൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജന്തുരോഗങ്ങളാണ്. മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും പലതരം രോഗങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ നോക്കുക, ജന്തുക്കൾക്കുണ്ടാവുന്ന രോഗങ്ങളാണ്, ജന്തുരോഗങ്ങളാണ് ആന്ത്രാക്സ്, അകിട് വീക്കം,
രോഗകാരി ആരാണ്? ബാക്ടീരിയ. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ജന്തുക്കൾക്കുണ്ടാകുന്ന രോഗമാണ് ആന്ത്രാക്സും അകിട് വീക്കവും. ദെൻ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കുളമ്പ് രോഗം. കുളമ്പ് രോഗം ഉണ്ടാകുന്നത് വൈറസ് മൂലമാണ്. അടുത്തത് സസ്യരോഗങ്ങളാണ് പറയുന്നത്. സസ്യരോഗങ്ങൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന സസ്യരോഗം എന്താണ്? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. ഇത് രണ്ടും ബാക്ടീരിയ മൂലമുണ്ടാകുന്ന സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളാണ്. അടുത്തത് വൈറസ് മൂലമുണ്ടാകുന്ന സസ്യരോഗങ്ങൾ ഏതൊക്കെയാണ്? പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പു രോഗം. ഇത് രണ്ടും വൈറസ് മൂലമുണ്ടാകുന്ന സസ്യരോഗങ്ങളാണ്. ദെൻ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സസ്യരോഗങ്ങൾ. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഒരേ ഒരു ചാപ്റ്ററും കൂടിയാണ് നമുക്ക് ഈ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും അതുപോലെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അത് 10ാം ക്ലാസ്സിലെ തന്നെ 5ാമത്തെ ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്കൊന്ന് നോക്കാം. ഇതാണ് 5ാമത്തെ ചാപ്റ്റർ, പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പ്രതിരോധശേഷി എന്ന് പറയുന്നത്. ബോഡി ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധശേഷി എന്ന് പറയുന്നത് എന്താണ്? രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുവാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധശേഷി എന്ന് പറയുന്നത്. രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുവാനുമുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് പ്രതിരോധശേഷി എന്ന് പറയുന്നത്, ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങളാൽ സുസജ്ജമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഇവിടെ വരുന്ന പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ പറയുന്നത്. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ശരീര ആവരണങ്ങളും സ്രവങ്ങളും, അതായത് ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീര്, കണ്ണുനീര് മുതലായ ശരീര ആവരണങ്ങളും സ്രവങ്ങളും ഉണ്ട്. ശരീരദ്രവങ്ങളുണ്ട്, രക്തം, ലിംഫ് തുടങ്ങിയ ശരീരദ്രവങ്ങളുണ്ട്. ഇതാണ് ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്തൊക്കെയാണ്? ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീർ, കണ്ണുനീർ മുതലായവ. അതുപോലെ ശരീരദ്രവങ്ങൾ, രക്തം, ലിംഫ് മുതലായവ. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നായിട്ട് പഠിക്കാം. ശരീര ആവരണങ്ങളും സ്രവങ്ങളും. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് എന്ത്? ത്വക്ക്. അപ്പോൾ നമ്മൾ ജ്ഞാനേന്ദ്രിയം പഠിച്ചപ്പോൾ ത്വക്കിനെ കുറിച്ച് SCRTയിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ക്ലാസ് റൂം സെഷൻ കാണാനായിട്ട് പറഞ്ഞല്ലേ. അപ്പോൾ ആ ഒരു സെക്ഷൻ ത്വക്കിനെ കുറിച്ച് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് പഠിച്ചാലും മതി. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് എന്ത്? ത്വക്ക് എന്ന് പറയുന്നത്. രോഗാണു പ്രവേശനം തടയുന്ന സുരക്ഷാ കവചം കൂടിയാണ് എന്ത്? ത്വക്ക് എന്ന് പറയുന്നത്. ഇനി ത്വക്കിലെ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, ത്വക്കും പ്രതിരോധവും. ആദ്യത്തെ പാർട്ട് നോക്കാം, എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. അപ്പോൾ ത്വക്ക് എങ്ങനെയാണ് പ്രതിരോധത്തിന് സഹായിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ത്വക്കിൻ്റെ മേലെ കാണുന്നത് ഈ പാളിയാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നുണ്ട്. ദെൻ അടുത്തത് സെബേഷ്യസ് ഗ്രന്ഥി, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സെബേഷ്യസ് ഗ്രന്ഥി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്ന സെബം, സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബം ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നു. ഓക്കെ, നമ്മുടെ ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിപ്പിക്കാത്തതുമാക്കുന്നത് ആരാണ്? സെബേഷ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബമാണ്. ദെൻ അടുത്തത് സ്വേദഗ്രന്ഥി. സ്വേദഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ത്വക്ക് പ്രതിരോധ സംവിധാനത്തിൽ ഏർപ്പെടുന്നത്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ള കെരാറ്റിൻ പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സേബം ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നു. സ്വേദഗ്രന്ഥി എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇനി ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ശ്ലേഷ്മസ്തരം. ശ്ലേഷ്മസ്തരം ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽപ്പെട്ട് രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. ഓക്കെ, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽപ്പെട്ട് രോഗാണുക്കൾ നശിക്കുന്നു. നശിപ്പിക്കപ്പെട്ട രോഗാണുക്കളെ ശ്ലേഷ്മസ്തരത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളുന്നു. ശരീര ആവരണങ്ങൾ ഒട്ടേറെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. ശരീര ആവരണങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. വാസസ്ഥാനത്തിനും പോഷകങ്ങൾക്കും വേണ്ടി ഇത്തരം ബാക്ടീരിയകളോട് രോഗാണുക്കൾക്ക് മത്സരിക്കേണ്ടി വരുന്നു. ഈ മത്സരത്തിൽ ഒട്ടേറെ രോഗാണുക്കൾ നശിച്ചു പോകുന്നു.
ഇനി അടുത്തത് വിയർപ്പ്, ശ്ലേഷ്മം മുതലായ ശരീരസ്രവങ്ങൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. നമ്മൾ ത്വക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ത്വക്കിനെ കുറിച്ചും പറഞ്ഞു, പിന്നെ എന്താണ് പറഞ്ഞത്, ശ്ലേഷ്മ സ്തരത്തെക്കുറിച്ചും പറഞ്ഞു. ഇനി അടുത്തത് വിയർപ്പ്, ശ്ലേഷ്മം. വിയർപ്പ്, ശ്ലേഷ്മം മുതലായ ശരീരസ്രവങ്ങൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അല്ലേ. മറ്റേതെല്ലാം സ്രവങ്ങളാണ് രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, ശരീരസ്രവങ്ങളും പ്രതിരോധവും. കർണമെഴുക്, കണ്ണുനീരിലെ ലൈസോസൈം, മൂക്കിലെ ശ്ലേഷ്മം, ഉമിനീരിലെ ലൈസോസൈം, ശ്വസനനാളിയിലെ ശ്ലേഷ്മം, ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, കുടലിലെ ശ്ലേഷ്മം, മൂത്രത്തിലെ ലൈസോസൈം. ഇതെല്ലാം പ്രതിരോധ സംവിധാനത്തിൽ ഏർപ്പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ശരീരദ്രവങ്ങളും പ്രതിരോധവും. ശരീരദ്രവങ്ങളായ രക്തവും ലിംഫും രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ശരീരദ്രവങ്ങളായിട്ടുള്ള രക്തവും ലിംഫും എന്തിൽ പങ്കുവഹിക്കുന്നുണ്ട്? രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. രോഗാണുക്കളുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക, അവയെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുക, പെരുകൽ തടയുക തുടങ്ങിയ വ്യത്യസ്ത പ്രതിരോധ തന്ത്രങ്ങളാണ് ശരീരദ്രവങ്ങൾ സ്വീകരിക്കുന്നത്. രക്തം പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തത് നോക്കുന്നത്. ഓക്കെ, രക്തവും പ്രതിരോധവും. ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നു. രക്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. ശ്വേതരക്താണുക്കൾ നമുക്കറിയാം 5 തരത്തിലാണ് ശ്വേതരക്താണുക്കൾ ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നും എങ്ങനെയാണ് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനം എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ഓക്കെ, ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. അടുത്തത് ബേസോഫിൽ. ബേസോഫിൽ എന്താണ് ചെയ്യുന്നത്? മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. അടുത്തത് ഈസിനോഫിൽ. ഈസിനോഫിൽ ചെയ്യുന്നത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് മോണോസൈറ്റ്. എന്താണ് ചെയ്യുന്നത്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് മോണോസൈറ്റ്. ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റ്. അപ്പോൾ ഈ ശ്വേതരക്താണുക്കളും അതിൻ്റെ ഫംഗ്ഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഇനി വീങ്ങൽ പ്രതികരണം എന്ന് പറഞ്ഞല്ലേ, എന്താണ് വീങ്ങൽ പ്രതികരണം എന്ന് പറയുമ്പോൾ ഈസിനോഫിലിൻ്റെ കാര്യം പറഞ്ഞു വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് വീങ്ങൽ പ്രതികരണം? മുറിവുണ്ടാകുമ്പോൾ ആ ഭാഗം വീങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീങ്ങൽ പ്രതികരണം എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ആദ്യം മുറിവിലൂടെ എന്ത് ചെയ്യുന്നു? രോഗാണുക്കൾ ശരീരത്തിലോട്ട് പ്രവേശിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? രാസവസ്തുക്കൾ രൂപപ്പെടുന്നു, രക്തലോമിക വികസിക്കുന്നു, ശ്വേതരക്താണുക്കൾ ലോമികാഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു, ന്യൂട്രോഫിലുകളും മോണോസൈറ്റുകളും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് വീങ്ങൽ പ്രതികരണത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വീങ്ങൽ പ്രതികരണത്തിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു, രാസവസ്തുക്കൾ രൂപപ്പെടുന്നു, രക്തലോമിക വികസിക്കുന്നു, ശ്വേതരക്താണുക്കൾ ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു, ന്യൂട്രോഫിലുകളും മോണോസൈറ്റുകളും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇനി മുറിവോ രോഗാണുബാധയോ ഉണ്ടാകുമ്പോൾ കേടുപറ്റിയ കോശങ്ങൾ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ ആ ഭാഗത്തെ ലോമികകളെ വികസിപ്പിക്കുകയും അതുവഴി രക്തപ്രവാഹം കൂട്ടുകയും ചെയ്യുന്നു. രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ ശ്വേതരക്താണുക്കളും രക്തക്കുഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക്, ഇതാണ് മുറിവോ ക്ഷതമോ ഉണ്ടാകുമ്പോൾ ആ ഭാഗം വീങ്ങുന്നതിന് കാരണം. ഈ പ്രതിരോധ പ്രവർത്തനമാണ് വീങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കുക. ഈ അടുത്തത് ഫാഗോസൈറ്റോസിസിനെ കുറിച്ചാണ് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. ഓക്കെ, ഫാഗോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫാഗോ മീൻസ് വിഴുങ്ങൽ, സൈറ്റ് മീൻസ് കോശം. അപ്പോൾ ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ്. ശ്വേതരക്താണുക്കളായിട്ടുള്ള മോണോസൈറ്റും ന്യൂട്രോഫിലും ഫാഗോസൈറ്റുകളാണ്. ഫാഗോസൈറ്റുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ശ്വേതരക്താണുക്കളായിട്ടുള്ള മോണോസൈറ്റും ന്യൂട്രോഫിലും ഫാഗോസൈറ്റുകളാണ്. ഇനി അടുത്തത് നോക്കുക, രക്തം കട്ടപിടിക്കൽ. അതിനു മുന്നേ എങ്ങനെയാണ് ഫാഗോസൈറ്റോസിസ് നടക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക.
ഇവിടെ രോഗാണുക്കളെ സ്തരസഞ്ചിയിൽ ഉൾക്കൊള്ളിക്കുന്നു. ലൈസോസോം ഉണ്ട്. സ്തരസഞ്ചികൾ ലൈസോസോമുമായിട്ട് ചേരുന്നു. ദെൻ ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുന്നു. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഫാഗോസൈറ്റോസിസിൻ്റെ സ്റ്റെപ്സ്. അടുത്തത് രക്തം കട്ടപിടിക്കൽ. രക്തം കട്ടപിടിക്കലും ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തം കട്ടപിടിക്കുന്നതിനിടയിൽ നടക്കുന്ന മാറ്റങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കുക എങ്ങനെയാണ് രക്തം കട്ടപിടിക്കുന്നത്. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാവുന്നു. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് എന്തുണ്ടാവുന്നു? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാവുന്നു. പ്ലാസ്മയിലെ പ്രോത്രോംബിൻ, അതായത് ത്രോംബോപ്ലാസ്റ്റിൻ്റെയും കാൽസ്യം വിറ്റമിൻ കെയുടെയും പ്രസൻസിൽ ത്രോംബിനായിട്ട് മാറുന്നു. പ്ലാസ്മയിലെ പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? ത്രോംബോപ്ലാസ്റ്റിൻ്റെയും കാൽസ്യത്തിൻ്റെയും വിറ്റമിൻ കെയുടെയും പ്രസൻസിൽ. ദെൻ ഫൈബ്രിനോജിൻ എന്തായിട്ട് മാറുന്നു? ഫൈബ്രിൻ നാരുകളായിട്ട് മാറുന്നു ത്രോംബിൻ്റെ പ്രസൻസിൽ. ഫൈബ്രിൻ നാരുകളായിട്ട് മാറുന്നു. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ടി ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് രക്തം കട്ടപിടിക്കൽ നടക്കുന്നത്. രക്തം നഷ്ടപ്പെടാതിരിക്കുവാനും മുറിവിലൂടെയുള്ള രോഗാണു പ്രവേശനം തടയുവാനും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കുന്നതോട് കൂടിയിട്ട് എന്താണ്? മുറിവുണങ്ങൽ പ്രക്രിയയും തുടങ്ങുന്നു. അപ്പോൾ ഈ മുറിവുണങ്ങൽ എന്ന് പറയുന്നത് നോക്കുക. വീങ്ങൽ പ്രതികരണം, രക്തം കട്ടപിടിക്കൽ എന്നിവയ്ക്ക് ശേഷമുള്ള ഘട്ടമാണ് മുറിവുണങ്ങൽ. മുറിവുണ്ടാകുമ്പോൾ നാശമായതും നഷ്ടപ്പെട്ടു പോയതുമായിട്ടുള്ള കലകൾക്ക് പകരം അതേപോലുള്ള കലകൾ രൂപപ്പെടുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മുറിവടയാളം അവശേഷിക്കില്ല. എന്നാൽ അതേപോലുള്ള കലകളെ പകരം രൂപപ്പെടുത്താനാവാത്തപ്പോൾ യോജക കലകൾ മുറിവുണക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് മുറിവടയാളം അവശേഷിക്കുന്നത്. മുറിവിലൂടെയുള്ള അണുബാധ മുറിവുണങ്ങിയാൽ സംവിധാനത്തിലാകുന്നു. ശക്തമായ രോഗപ്രതിരോധ സംവിധാനം മുറിവുണങ്ങൽ വേഗത്തിലാക്കി രോഗാണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്തത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, APTT എന്ന് പറയുന്നത് എന്താണ്? രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് ഈ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ നിലയ്ക്കാത്ത രക്തസ്രാവം ഇങ്ങനെ സംഭവിക്കുന്ന സമയത്തുണ്ടാവുന്ന ടെസ്റ്റിനെയാണ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് പറയുന്നത്. രക്തസാമ്പിളിൽ പ്രത്യേക റിയേജന്റുകൾ ചേർക്കുമ്പോൾ എത്ര സെക്കൻഡ് കൊണ്ട് രക്തം കട്ടപിടിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുന്നു. ഈ പരിശോധനയുടെ സാധാരണ മൂല്യം 30 മുതൽ 40 സെക്കൻഡ് വരെയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളും അളവും പ്രവർത്തനവും ഈ പരിശോധന വഴി അറിയാൻ കഴിയുന്നു. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവവും 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. ഈ ടൈം ഒന്ന് ഓർത്തിരിക്കുക. 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവം, 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. അടുത്തത് പനി ഒരു പ്രതിരോധ പ്രവർത്തനം. ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ശരീര താപനില സാധാരണ നിലയിലും ഉയർന്ന അവസ്ഥയാണ് എന്ത്? പനി. ഇതൊരു രോഗമാണോ എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പനി വരുന്നത് നോക്കുക. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളുടെ ഉത്തേജനത്തിന് കാരണമാകുന്നു. ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ കാരണമാകുന്നു. ശരീര താപനില ഉയരുന്നത് രോഗാണുക്കൾ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു. ഫാഗോസൈറ്റോസിസിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നു. അപ്പോൾ രോഗാണുക്കൾ പെരുകുന്ന നിരക്ക് കുറയ്ക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പനി വരുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പനി എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. പനി വരുമ്പോൾ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി രോഗാണുബാധ നിയന്ത്രണാതീതമാവുന്ന സാഹചര്യങ്ങളിൽ താപനില ക്രമാതീതമായി ഉയർന്നേക്കാം. അപ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി താപനില കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കാമെങ്കിലും പനിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്. ദീർഘസമയം താപനില ഉയർന്നു നിൽക്കുന്നത് മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ആന്തരാവയവങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം. അതിനാൽ പനി കൂടിയാൽ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. അപ്പോൾ പനി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനം തന്നെയാണ് എന്ന് കരുതി നമ്മൾ പനി ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും ഹോസ്പിറ്റലിൽ പോകാതെ പ്രതിരോധ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഒരുപാട് പനി കൂടിക്കഴിഞ്ഞാൽ അത് മസ്തിഷ്കത്തെ ബാധിച്ചേക്കാം. ഇനി രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം, നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്. രോഗാണുക്കളെ സവിശേഷതകളൊന്നും പരിഗണിക്കാതെ തന്നെ എല്ലാ രോഗാണുക്കളെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതിനെയാണ് നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്, പൊതുവായ പ്രതിരോധം. പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ്. രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റുകളാണ്. അപ്പോൾ ലിംഫോസൈറ്റിനെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. ലിംഫോസൈറ്റ് എന്ന പോരാളി.
ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആന്റിജനുകൾ എന്നാണ് പറയുന്നത്. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും പറയുന്ന പേരാണ് ആന്റിജനുകൾ. ഓരോ ആന്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം. ലിംഫോസൈറ്റുകൾ എന്ന ശ്വേതരക്താണുക്കളാണ് ഇത്തരത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 തരത്തിലാണ് ലിംഫോസൈറ്റുകൾ ഉള്ളത്. ഇവ അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്നു. ഇവയിൽ അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവയാണ് ബി ലിംഫോസൈറ്റുകൾ. അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവയാണ് ബി ലിംഫോസൈറ്റ്. ബോൺ മാരോ എന്നുള്ളതാണ് ബി ഫോർ ബോൺ മാരോ. അപ്പോൾ ബി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നു. ബാക്കിയുള്ളവ തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നതുകൊണ്ട് ടി ലിംഫോസൈറ്റുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ബി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നു. ടി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നു. ഇനി ഇതിൽ ബി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ഇവ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ആൻറ്റിബോഡികൾ. 3 രീതിയിലാണ് ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ബി ലിംഫോസൈറ്റുകൾ ചെയ്യുന്നത്. അടുത്തത് ടി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ഏതാണ്? ടി ലിംഫോസൈറ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ടി ലിംഫോസൈറ്റ് ആണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇമ്മ്യൂണോഗ്ലോബുലിൻ. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളായ ആൻറ്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായിട്ടുള്ള ആൻറ്റിബോഡികൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അറ്റങ്ങളിൽ ആൻറ്റിജനുകളെ ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ ആൻറ്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കുന്നു. IgA, IgD, IgE, IgG, IgM എന്നിങ്ങനെ 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ 5 തരത്തിലാണ് ഉള്ളത്. അടുത്തത് ലിംഫും പ്രതിരോധവും. ലിംഫ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നതുമായിട്ടുള്ള ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ രക്തത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു. രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? രക്തത്തെ പോലെ തന്നെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഇവ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനുകളിലും വെച്ച് എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലിംഫ് നോഡ്, സ്പ്ലീന്, ലിംഫ് വാഹിയെല്ലാം പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്രതിരോധവൽക്കരണം. പ്രതിരോധവൽക്കരണം എന്താണ്? പ്രതിരോധം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം സംഭവിച്ചാൽ രോഗാണുക്കൾ പെരുകുകയും വ്യാപിക്കുകയും ചെയ്യുന്നു. രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗമാണ് എന്ത്? പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയിട്ടുള്ള രോഗാണുക്കൾ, നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ, രോഗകാരികളുടെ കോശഭാഗങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കും ഓരോ വാക്സിനുകളിലെയും ഘടകങ്ങൾ. ഇവ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഇവയ്ക്കെതിരെ ശരീരത്തിൽ ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നു. ഈ ആൻറ്റിബോഡികൾ നിലനിൽക്കുകയും ഭാവിയിൽ ഇതേ രോഗത്തിന് കാരണമായ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തത് എഡ്വേർഡ് ജെന്നറെ കുറിച്ചാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്വേർഡ് ജെന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഗോവസൂരി രോഗം ബാധിച്ചവർക്ക് വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹം 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയിൽ ഗോവസൂരി രോഗയിൽ നിന്നും ഉള്ള പഴുപ്പ് കുത്തിവെച്ചു. ആ കുട്ടിക്ക് ഗോവസൂരി രോഗം ഉണ്ടാവുകയും രോഗം ഭേദമാവുകയും ചെയ്തു. 2 മാസത്തിന് ശേഷം അദ്ദേഹം ആ കുട്ടിയിൽ ഒരു വസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. ആ കുട്ടിക്ക് വസൂരി രോഗം ഉണ്ടായില്ല. ജെന്നറുടെ ഗോവസൂരി പ്രയോഗത്തെ അനുസരിച്ച് പശു എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായിട്ടുള്ള വാക്ക, അതിൽ നിന്നുമാണ് എന്ത്? വാക്സിനേഷൻ എന്ന് പറയുന്ന പേര് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ വാക്സിനേഷൻ എന്ന് പറയുന്ന പേര് ലഭിച്ചതിന് കാരണം എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ, ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ,
ഇനി നമുക്കറിയാം ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്കറിയാം. ജനിച്ച ഉടനെ കുട്ടികൾക്ക് BCG കൊടുക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ചികിത്സ, അവസാനത്തെ പ്രതിരോധം. നമുക്കറിയാം ചികിത്സ എന്ന് പറയുമ്പോൾ ആയുർവേദമുണ്ട്, സിദ്ധവൈദ്യമുണ്ട്, യുനാനിയുണ്ട്, പ്രകൃതി ചികിത്സയുണ്ട് അല്ലേ? വിവിധ തരത്തിലുള്ള ചികിത്സയുണ്ട്. ആയുർവേദം ഇന്ത്യയുടെ സ്വന്തം. ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോകപ്രശസ്തമായിട്ടുള്ള ചികിത്സാ രീതിയാണ് എന്ത്? ആയുർവേദം. നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടിയും കാര്യക്ഷമതയോടുകൂടിയും നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആയുർവേദത്തിൽ സസ്യജന്തുജന്യമായിട്ടുള്ള വസ്തുക്കൾ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് നോക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതാത് പ്രദേശത്തെ ജീവിത രീതി, സംസ്കാരം, ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായിട്ടുള്ള ചികിത്സാ രീതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. സിദ്ധവൈദ്യം, പഞ്ചകർമ്മ, യുനാനി, പ്രകൃതി ചികിത്സ എന്നിവയെല്ലാം ഇത്തരത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ ചികിത്സാ രീതികളാണ്. ഏതൊക്കെയാണ് പാരമ്പര്യ ചികിത്സാ രീതികൾ? സിദ്ധവൈദ്യം, പഞ്ചകർമ്മ, യുനാനി, പ്രകൃതി ചികിത്സ. ജർമ്മൻ ഡോക്ടറായിട്ടുള്ള സാമുവൽ ഹാനിമാൻ മുന്നോട്ട് വെച്ച ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതി മുന്നോട്ട് വെച്ചത് ആരാണ്? സാമുവൽ ഹാനിമാൻ ആണ്. പാരമ്പര്യ ചികിത്സാ രീതികളിൽ നിന്ന് വേറിട്ട ചിന്തകൾ അവലംബിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ഹിപ്പോക്രാറ്റസ് ആയിരുന്നു രോഗങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ തിരുത്തി രോഗനിർണയം, മരുന്നുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചികിത്സാ രീതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ രോഗങ്ങൾ, രോഗകാരികൾ, രോഗനിർണയം, മരുന്നുകൾ എന്നീ ചികിത്സാ രീതിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. ഹോമിയോപ്പതിക്ക് തുടക്കം കുറിച്ചത് സാമുവൽ ഹാനിമാൻ ആണ്. ഇനി ഈ ചികിത്സാ രംഗത്ത് ആധുനിക വൈദ്യശാസ്ത്രം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. രോഗനിർണയ രീതിയിലും പുതിയ തരം മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിലും ഉണ്ടായിട്ടുള്ള ശാസ്ത്ര മുന്നേറ്റങ്ങൾ ആധുനിക വൈദ്യശാസ്ത്ര വളർച്ചയിൽ നിർണായകമായി. ഇനി ഇവിടെ നോക്കുക, രോഗനിർണയ ഉപകരണങ്ങൾ അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോ എൻസെഫലോഗ്രാം, EEG എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG എന്ന് പറയുന്നത് എന്തിനാണ്? ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനായിട്ടാണ് ECG. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ. അടുത്തത് അൾട്രാസൗണ്ട് സ്കാനർ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്ത്രാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനർ. അടുത്തത് CT സ്കാനർ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാനർ. എന്താണ്? എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടു കൂടി ആന്ത്രാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് CT സ്കാനർ. അടുത്തത് MRI സ്കാനർ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആന്ത്രാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ. അപ്പോൾ ഈ ഉപകരണങ്ങളും അതിൻ്റെ ഉപയോഗവും പഠിച്ചു വയ്ക്കുക. അടുത്തത് ലബോറട്ടറി പരിശോധനകൾ. ഇവിടെ നമുക്ക് എന്താണ്? ഹീമോഗ്ലോബിൻ്റെയും ശ്വേതരക്താണുക്കളുടെയും എണ്ണമൊക്കെ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട്, നോർമൽ വാല്യൂം, ടെസ്റ്റ് റിസൾട്ടും കൂടിയിട്ടൊക്കെ ഉള്ള ഒരു കോളം തന്നിട്ടുണ്ട്. ഇനി ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഔഷധങ്ങളാണ് എന്ത്? ആൻറ്റിബയോട്ടിക്കുകൾ. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഔഷധങ്ങളെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ശരീരോപരിതലത്തിലും ശരീരത്തിനകത്തും പ്രയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. 1928 സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത്. ആൻറ്റിബയോട്ടിക്കുകൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? 1928 സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിനിയം നൊട്ടേറ്റം എന്ന ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം ആകസ്മികമായി കണ്ടെത്തി. പെൻസിലിനിയം നൊട്ടേറ്റം എന്ന ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്നാൽ അതിൽ നിന്നും മരുന്ന് വേർതിരിച്ചെടുക്കാൻ പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു. ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമായ ഔഷധങ്ങളാണെങ്കിലും അവയുടെ സ്ഥിരമായ ഉപയോഗം പല പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളാണ് പറയുന്നത്. സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു, ശരീരത്തിലെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു, ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി കേരളം വീണ്ടും മാതൃകയാവുന്നു എന്ന് പറഞ്ഞിട്ട് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, കൃത്രിമ ശ്വാസം നൽകുന്നു, കയ്യിൽ സ്ലിംഗ് ഇട്ടിരിക്കുന്നു, ശ്വാസനാളത്തിലെ തടസ്സം മാറ്റുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്രഥമ ശുശ്രൂഷയാണ് അല്ലേ? ഫസ്റ്റ് എയ്ഡ് ആണ്. അതായത് നമുക്കൊരാൾക്ക് അപകടം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട മുൻകരുതലുകളാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അടുത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തനിവേശനം. എന്താണ്?
ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് രക്തനിവേശനം എന്ന് പറയുന്നത്. അപ്പോൾ രക്തനിവേശനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. രക്തദാതാവിന് യാതൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ളവർ രക്തം ദാനം ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രക്തദാനം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മളിപ്പോൾ രക്തം ദാനം ചെയ്യുന്നു. ഒരാൾക്ക് എല്ലാവരുടെയും രക്തഗ്രൂപ്പ് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മനുഷ്യരിലെ വിവിധ രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്നതിൻ്റെ അടിസ്ഥാന വസ്തുതയും എന്താണ് എന്നുള്ളതാണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. രക്തഗ്രൂപ്പുകൾ എ എന്ന് പറയുന്ന രക്തഗ്രൂപ്പിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റിജൻ എ ആണ്, ആൻറ്റിബോഡി ബി ആണ്. നിങ്ങൾ ഇത്രയും ഓർക്കുക. ആൻറ്റിജൻ അനുസരിച്ചിട്ടാണ് രക്തഗ്രൂപ്പിന് പേര് നൽകുക. ഇപ്പോൾ ആൻറ്റിജൻ എ ആണെങ്കിൽ രക്തഗ്രൂപ്പിൻ്റെ പേര് എ, ആൻറ്റിജൻ ബി ആണെങ്കിൽ രക്തഗ്രൂപ്പ് ബി, ആൻറ്റിജൻ എയും ബിയും ഉണ്ടെങ്കിൽ രക്തഗ്രൂപ്പ് എ ബി, ആൻറ്റിജൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? 0 എന്ന് ഓർക്കുക. അപ്പോൾ രക്തഗ്രൂപ്പ് ഒ ആണ്. ഇനി ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ രക്തഗ്രൂപ്പ് ഏതാണോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. എ ആണെങ്കിൽ ആൻറ്റിബോഡി ബി, ബി ആണെങ്കിൽ ആൻറ്റിബോഡി എ. ഇനി രക്തഗ്രൂപ്പ് എ ബി ആണെങ്കിലോ ആൻറ്റിബോഡി ഇല്ല, ഒ ആണെങ്കിൽ എയും ബിയും, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഇനി അരുണ രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം. ഇതിൽ ഏത് ആൻറ്റിജൻ ആണോ ഒരാളുടെ രക്തത്തിലുള്ളത് ആ ആൻറ്റിജൻ്റെ പേരാണ് രക്തഗ്രൂപ്പിന് നൽകുക. എ എന്ന് പറയുന്ന ആൻറ്റിജൻ ആണെങ്കിൽ എ ആയിരിക്കും രക്തഗ്രൂപ്പ്, ബി ആൻറ്റിജൻ ആണെങ്കിൽ ബി ആയിരിക്കും, ഒ ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ ഏതാണോ അതിനനുസരിച്ചിട്ടാണ് വരിക. പ്ലാസ്മയിൽ കാണപ്പെടുന്ന ചില ആൻറ്റിബോഡികൾക്ക് രക്തനിവേശനത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. എ ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി ബിയും ബി ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി എയുമാണുള്ളത്. എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ ആൻറ്റിജൻ ഡി അഥവാ RH ഘടകവും ഉണ്ടാവാം. RH ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നു. RH ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ എന്നിങ്ങനെ അറിയപ്പെടുന്നു? നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നു. ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പും രക്തവും സ്വീകരിക്കുവാൻ കഴിയില്ല. ഇനി അടുത്തത് സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്ന മുഴുവൻ SCERT പാഠഭാഗങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് പഠിച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ടുള്ള കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മുഴുവൻ SCERT പാഠഭാഗങ്ങളും ഒരൊറ്റ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്